നമ്മുടെ നേരത്തെ പറഞ്ഞ ലിംഫ് നോഡിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് സ്മോൾ സോളിഡ് ലൈക്ക് സ്ട്രക്ചറുകളാണ് ലിംഫ് നോഡുകൾ എന്ന് പറഞ്ഞു. സോ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് ലിംഫ് നോഡുകളുള്ളത്? സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, സ്മോൾ സോളിഡ് സ്ട്രക്ചറുകളാണ് ലിംഫ് നോഡ് നമ്മൾ പറഞ്ഞു. എവിടെ കാണുന്നത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ. നമുക്കിവിടെ കാണാം, കണ്ടോ? ഒരു ചെറിയ റൗണ്ട് ഷേപ്പ്ഡ് സ്ട്രക്ചർ കണ്ടോ? 1 2 3 4 കണ്ട, ഇവിടെയൊക്കെ ചെറിയ സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ് ലിംഫ് നോഡുകൾ. ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലിംഫ് നോഡുകളാണ്. ഒരു റൗണ്ട് പോലത്തെ ഒരു സോളിഡ് സ്ട്രക്ചറുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ട്, തൈമസ്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഈ തൈമസിന് ഒരു ലാർജ് സൈസ് ഉണ്ടാവും. പക്ഷേ ആ കുട്ടി വലുതായി പ്യൂബേർട്ടി ആകുമ്പോൾ തൈമസിൻ്റെ സൈസ് കുറയുന്നു പറഞ്ഞിരുന്നു. സോ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. കുഞ്ഞുങ്ങളിൽ മാത്രം അതിൻ്റെ സൈസ് വലുതായിരിക്കും. പക്ഷേ ഒരു കുട്ടി പ്യൂബേർട്ടി ആകുമ്പോൾ, മെച്യൂർഡ് ആകുമ്പോഴേക്കും എന്താവും? തൈമസ് വളരെ ചെറിയ സൈസായിട്ട് ചുരുങ്ങാൻ തുടങ്ങും. ഇതാണ് തൈമസ്, ഹാർട്ടിൻ്റെ അടുത്ത് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നുള്ള പറഞ്ഞിരുന്നു. ബിനീത്ത് ബ്രസ്റ്റ് ബോൺ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ കാണുന്നത് ലിംഫാറ്റിക് വെസൽസുകളാണ്. സോ ഇതൊക്കെയാണ് ആ ലിംഫാറ്റിക് വെസൽസുകൾ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ ലിംഫാറ്റിക് വെസൽസുകളാണ്. ലിംഫാറ്റിക് വെസൽസുകളിലൊക്കെ നമുക്കിവിടെ കാണാൻ എന്താ ഈ എവിടേക്കാണത്? ഇതൊക്കെ ലിംഫ് നോഡുകളായിട്ട് കാണാം. ഇവിടെയൊക്കെ ലിംഫ് നോഡുകളുണ്ട്. ഈ റൗണ്ട് സോളിഡ് സ്ട്രക്ചറുകളാണ് ലിംഫ് നോഡ്. സോ നമ്മുടെ ലിംഫ് നോഡ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന തൈമസ്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, അതുപോലെ നമ്മുടെ ലിംഫാറ്റിക് വെസൽസ്, അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷനുള്ള ലിംഫാറ്റിക് സിസ്റ്റം കാണിച്ചുള്ള ഡയഗ്രമാണ് ഇത്.